everyone, welcome to my YouTube channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് സ്റ്റഡി ഇൻ ജർമ്മനി. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് നല്ല വശങ്ങളുണ്ട്. കാരണം ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് പറയാം. കാരണം നമുക്ക് സെമസ്റ്റർ ഫീസ് ഏകദേശം ഒരു 300+ ഒക്കെ ആവുന്നുള്ളൂ. 300 യൂറോ എന്നൊക്കെ പറയുമ്പം ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 27 സംതിങ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലിവിങ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളിവിടെ ജർമ്മനിയിൽ പഠിക്കാൻ വരികയാണെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. അപ്പം പല പല രാജ്യങ്ങളെയൊക്കെ പറ്റി പഠിക്കാം, അവരുടെ കൾച്ചറിനെ പറ്റി പഠിക്കാം. ഓഫ് കോഴ്സ് ഇവിടുത്തെ ജർമ്മൻ കൾച്ചറിനെ പറ്റി നന്നായിട്ട് പഠിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ കൊമൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവോ, എങ്ങനെയാണ് ഇവിടെ പഠിക്കാൻ, ഭയങ്കര പാടാണോ, അതേപോലെ KTUവിൽ പഠിച്ചവർക്ക് ഇവിടെ പഠിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് ഫീൽ ചെയ്യുക, പിന്നെ സംതിങ് ലൈക്ക് പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയുണ്ട്, പിന്നെ പാർട്ട് ടൈംസ് കിട്ടുമോ, ലാംഗ്വേജ് ബാരിയർ ഒരു പ്രോബ്ലം ആണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയാനാണെങ്കിൽ ഹൈ അക്കാഡമിക് ഡിമാൻഡ്സ് ആണ്. അതായത് നമ്മൾ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല ഇവിടെ പഠിക്കുമ്പോൾ. അപ്പം നാട്ടിൽ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നാട്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റേണൽ എക്സാംസ് ഉണ്ടാവും സെം എക്സാമിന് മുന്നേ, അതേപോലെ തന്നെ അറ്റൻഡൻസ് ഉണ്ട്, ക്ലാസ്സിൽ കയറണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നിങ്ങൾക്ക് അറ്റൻഡൻസിൻ്റെ ക്ലാസ്സിൽ കയറണം എന്നൊരു ആവശ്യം പോലും ഇല്ല. ഇൻ കേസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകണം എന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇറങ്ങിപ്പോവാം. ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമായിട്ട് പറയാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പൂൺ ഫീഡിങ് ചെയ്തുകൊണ്ട് വരുന്ന നമ്മുടെ ആ ഒരു അക്കാഡമിക് സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ലൈക്ക് നമുക്ക് നോട്ട്സ് ഒന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് KTUവിലൊക്കെ പഠിക്കുമ്പം, ഞാൻ KTU സ്റ്റുഡൻ്റ് ആയിരുന്നു, അവിടെയൊക്കെ പഠിക്കുമ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് നോട്ട്സ് എങ്കിലും കിട്ടുമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ ഒരു പരിപാടിയൊന്നുമില്ല. നമ്മൾ തന്നെ സെർച്ച് ചെയ്യണം, നമ്മൾ തന്നെ നോട്ട് ഉണ്ടാക്കണം. ഇൻ കേസ് ക്ലാസ്സിലൊന്നും കയറിയില്ല, ഒന്നും മനസ്സിലായില്ല എങ്കിൽ കുറച്ച് ദിവസം കൊണ്ട്, അതായത് ഇപ്പോൾ ഒരു 2-3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സാംസ് പാസ്സാവാൻ ഭയങ്കര പാടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ എക്സാമിൻ്റെയൊക്കെ ഒരു ഘടന വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ ചിലപ്പോൾ കുറച്ച് മാർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പകുതി വരെയൊക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമായിരിക്കും. ഞാൻ പഠിച്ച ആ ഒരു സ്ട്രീമിൽ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ആൻഡ് എനിക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടായത് അത് OMR പോലെയായിരുന്നു, അതായത് ആൻസേഴ്സിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ പോയിന്റ് ഡിഫറൻസിലേക്കാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് മൊത്തം ചെയ്ത് പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളത് അവർ കാണുന്നില്ല. അവർക്ക് ആൻസർ മാത്രം മതി. അത് ശരിയാണോ മാർക്ക് കിട്ടും, കിട്ടിയില്ലേ മാർക്ക് കിട്ടില്ല. അതായത് ഈ മെമ്മറൈസ് ചെയ്ത് എക്സാം എഴുതുന്ന ഒരു പരിപാടി ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും എതിരഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ ബേസ് കിട്ടിയോ, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലായോ എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഒരിക്കലും നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ കുറച്ച് നാൾക്ക് മുന്നേ അവരൊരു ഡേറ്റ് പറയും, അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ എക്സാം എഴുതണ്ട, നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഡീരജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ എക്സാം എഴുതാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്കത് ഡീരജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിന് അവരൊരു ടൈം തരും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മളത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. ഇൻ കേസ് നമുക്ക് അത്ര വലിയ പ്രോബ്ലംസ് വരികയാണെങ്കിൽ, വല്ല ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സിക്ക് നോട്ടൊക്കെ കൊടുക്കാം. പക്ഷെ അത് എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു നല്ല മാനറിസം അല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് സിക്ക് നോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഡേറ്റ്സ് ഒക്കെ ആരും നമുക്ക് വിളിച്ച് പറഞ്ഞൊന്നും തരത്തില്ല. പ്രൊഫസേഴ്സ് ഒന്നും ഇതിനെപ്പറ്റി ഒട്ടും ബോധേഡല്ല. അപ്പം നമ്മൾ വല്ല വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വെച്ചിട്ട് നോക്കിയിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ്. ഈ ജർമ്മൻ ലാംഗ്വേജ് ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്നൊന്ന് അപ്പോഴത്തേക്കേ പോകണം, അതായത് ഫാർമസിയിൽ പോകണം, അല്ലെങ്കിൽ ചിലപ്പം ഒന്ന് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യം വരും. അപ്പം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ചിലവർക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനത് ബിഗ് സിറ്റീസിൻ്റെ കാര്യമല്ല പറയുന്നത്. കുറച്ചൊക്കെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളിപ്പം സിറ്റി രജിസ്ട്രേഷന് പോകുമ്പം, അതേപോലെ ഫോറിൻ ഓഫീസിൽ പോകുമ്പം, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പം
അവിടുത്തെ എല്ലാ ഒഫീഷ്യൽസും ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളിപ്പോൾ കടയിൽ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആവശ്യം വരും. പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളും ജർമ്മനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട സംഭവങ്ങളുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. അതിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ചായക്കടയിലോ അല്ലെങ്കിൽ വല്ല തട്ടുകടയിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് എങ്ങനെ ഇരിക്കും? അത് പറ്റത്തില്ലല്ലോ, കാരണം നമ്മുടെ നാട്ടിലെ ഭാഷ മലയാളമാണ്. അതേപോലെ തന്നെ ഇവിടെ ഉള്ളവർ ജർമ്മനിലായിരിക്കും സംസാരിക്കുന്നത്. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് അത്ര നിലയിൽ അവർക്കത് അറിയില്ലായിരിക്കും. പിന്നെ അറിയുന്നവർ തന്നെയും ചിലപ്പം അവർക്ക് പറയാൻ ചില മടികളുണ്ടാവും. അപ്പം ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചാൽ മതി. അത് നമ്മുടെ ഒരു മര്യാദയാണ്. നമ്മൾ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലാത്തവരോട് ജർമ്മനിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു റിയാലിറ്റി ചെക്ക് പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ജോലി അത് ഇവിടെ വന്നിട്ട് ചിലപ്പം 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ചിലപ്പോൾ ഇത് 2 മാസത്തിനുള്ളിൽ കിട്ടുമായിരിക്കാം. ചിലവർക്ക് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ സിറ്റീസിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ ചിലപ്പം എടുക്കുമായിരിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദി ജർമ്മൻ സിറ്റീസിൽ ജർമ്മനും കൂടെ അറിയാവുന്നവർക്കാണ് അവർ പ്രിഫറൻസ് കൊടുക്കുക. അപ്പം നാട്ടിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് ഒന്നും പഠിക്കാണ്ട് വരുന്നവർക്ക് ഇവിടെ വരുമ്പോൾ പാർട്ട് ടൈം കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതേപോലെ തന്നെ ഈ ഇൻടേക്കിൻ്റെ ടൈമിൽ, അതായത് സമ്മർ ഇൻടേക്ക് ഉണ്ട്, വിൻ്റർ ഇൻടേക്ക് ഉണ്ട്, ആ ടൈമിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് വൈകിയാണ് ഇവിടെ എത്തുകയാണെങ്കിൽ ചിലപ്പം പാർട്ട് ടൈം ജോബൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഫില്ലായിട്ടുണ്ടാവും. ഇത് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ സെയിം ആയിരിക്കും എന്നല്ല, പക്ഷേ ഇങ്ങനെ പാർട്ട് ടൈം ജോബൊക്കെ കണ്ടുപിടിക്കാൻ പാടുപെട്ടിട്ടുള്ള കുറച്ച് പേരൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത്. അതിന് ഇവർ ജർമ്മൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലത്തെ ഓരോ മിനിറ്റിനും ഭയങ്കര വാല്യൂ ഉണ്ട്. അത് ഇവർ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പം ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ മുൻകൂറായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫസറായിട്ട് ആദ്യം തന്നെ ഇമെയിൽ അയച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ടൈം ഒക്കെ എടുത്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ നമുക്കത് അനുവദിച്ചു തരാൻ പറ്റത്തില്ല. അപ്പം അതൊരു ഭയങ്കര ഹാർഷായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അങ്ങനെയാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് പ്രൊഫസർ ഒരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊന്നും എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ 50 മിനിറ്റ്സ് കഴിഞ്ഞ് പുള്ളിക്കാരന് വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാം. ഇവിടെ ഇപ്പോൾ ജർമ്മനിയിലെ ട്രെയിൻ സ്ട്രൈക്ക്, ബസ് സ്ട്രൈക്ക് ഒക്കെ ഒരു കോമൺ സംഭവമായിട്ട് മാറുന്നുണ്ട്, നമ്മുടെ നാട്ടിലത്തെ ബസ് സമരമൊക്കെ പോലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഫ്ലേഷൻ വന്നപ്പം എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടി. പക്ഷേ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന ആൾക്കാരുടെ ഒന്നും ശമ്പളത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറേ റീസൺസ് വെച്ചിട്ടാണ് അവരിപ്പോൾ സ്ട്രൈക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്ട്രൈക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമ്പം നമ്മൾ കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയില്ല എന്ന് വരും. അതായത് ഇപ്പോൾ എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിന് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ മുൻകൂറായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴായിരിക്കും പ്ലാറ്റ്ഫോം ചേഞ്ച് വന്നു എന്ന് പറയുന്നത്. അപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ട്രെയിൻ പിടിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് കുറച്ച് നേരത്തെ ഒക്കെ ഇറങ്ങാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വിസിറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ അതിന് വേണ്ടി പോകുമ്പം നിങ്ങൾ കറക്റ്റ് സമയത്തിന് എത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് കാണിച്ച് തന്നു എന്നിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇവരുടെ ഒരു ഹാർഷ് പെരുമാറ്റമായിട്ടൊക്കെ തോന്നാം. അപ്പോൾ നമ്മളും അവരുടെ സമയത്തിന് വില കൊടുത്ത് അവരെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെ പറയാം, ഇൻ്റർനെറ്റ് ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടും അതുപോലെ തന്നെ നല്ല സ്ലോ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ 40 യൂറോസ് 40 യൂറോയ്ക്കാണ് നമ്മൾ മന്ത്ലി പ്ലാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഞങ്ങൾക്കിപ്പം ഏകദേശം ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 11 Mbps ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ 2 ആൾക്കാരിൽ കൂടുതൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ലോ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ 2 പേരും തന്നെ യൂസ് ചെയ്യുമ്പം അത് നല്ല സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സിം കാർഡ് വന്നിട്ട് O2 എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പം അതിന് ഞാൻ മന്ത്ലി പേ ചെയ്യുന്നത് 16 യൂറോയാണ്.
അപ്പോൾ അതും കുറച്ച് കൂടുതലാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കമ്പനികളുടെയും സിം കാർഡൊക്കെ എടുക്കാം. ടെലികോം, അതുപോലെ വോഡഫോൺ, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺലിനെസ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ട് ആ ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിളിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് എല്ലാവരും തന്നെ ഒറ്റയ്ക്കായിരിക്കും വരിക. അപ്പം ചിലപ്പം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡോംസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുമ്പം കുറച്ചൊരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, വിൻ്റർ ഡിപ്രഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൻ്റർ ആകുമ്പോൾ ഭയങ്കര ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങി ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള സ്കോപ്പൊന്നുമില്ല. അപ്പോൾ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിലൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പം ആ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം പോകണമായിരിക്കും, പഠിക്കണമായിരിക്കും. അപ്പം ഇതിനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്ത് പരിചയമൊന്നുമില്ലെങ്കിൽ അതൊക്കെ കുറച്ച് പഠിച്ച് ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം കുക്കിങ്, ക്ലീനിങ്, അതേപോലെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെ ഒരു റിയാലിറ്റി ചെക്കാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പം ജർമ്മനിയിൽ പഠിക്കാൻ വരുന്നത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയി ഒന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു കൺട്രിക്കും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. അപ്പം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാനിവിടെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കിയിടുക. അപ്പം ഇനി ജർമ്മനിയിലേക്ക് അടുത്ത ഇൻടേക്കിലേക്ക് വരാൻ പോകുന്നവർക്കും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ സക്സസ് ആവട്ടെ. അതേപോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും കൂടെ പറ്റട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ചീസ്.